Good evening, dear nurses. Zodiac Nurses Academy-യുടെ മറ്റൊരു മെന്ററിംഗ് സെഷനിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ലൈവിൽ വന്നിട്ടുള്ള എല്ലാ കുട്ടികൾക്കും ഒരു ബിഗ് ഗുഡ് ഈവനിങ് പറയട്ടെ. അപ്പോൾ നമുക്ക് നമ്മുടെ ഇന്നത്തെ മെന്ററിംഗ് സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 2000 തുടങ്ങിയിട്ടുള്ള പേജുകളാണ് ഡിസ്കസ് ചെയ്യുക. 2200 വരെയുള്ള പേജുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഡിസ്കഷൻ ആയിരിക്കും ഇന്നത്തെ മെന്ററിംഗ് സെഷനിൽ നിങ്ങൾ കാണുക. അപ്പോൾ മൂവിങ് ഓൺ വിത്ത് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. The process by which pH of a blood is maintained constant is known as. തന്നിട്ടുള്ള ഓപ്ഷൻസ് എന്തൊക്കെയാണ്? അസിഡോസിസ്, ആൽക്കലോസിസ്, ബഫർ, ബൈകാർബണേറ്റ്. ഏതായിരിക്കും കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ കാണണമെങ്കിൽ യു ക്യാൻ റെഫർ പേജ് നമ്പർ 1980. സോ ഏതാ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? എങ്ങനെയാണ് നമ്മുടെ ബ്ലഡ് pH മെയിൻറ്റെയിൻ ചെയ്യുന്നേ? pH of the blood is maintained by very good option C, buffer ആണ് അല്ലേ? അപ്പൊ നമുക്ക് നമ്മുടെ ശരീരത്തില് 3 രീതിയിൽ നമുക്ക് ബാലൻസ് ചെയ്യാം. നമ്മുടെ ലങ്സ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, നമ്മുടെ കിഡ്നീസ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, നമ്മുടെ ആസിഡ് ബേസ് ബാലൻസ് ചെയ്യുന്നെങ്കിൽ പിന്നെ ഉള്ളത് ബഫേഴ്സ് ആണ്. അപ്പൊ ഈ ബഫേഴ്സ് എന്താ ചെയ്യുക? നമ്മുടെ ബ്ലഡിലായിട്ടുള്ള ഫ്രീ ഫ്ലോട്ടിംഗ് ആയിട്ടുള്ള ബൈകാർബണേറ്റ് നമ്മുടെ കണ്ടന്റിനെ വലിച്ചെടുത്തുകൊണ്ട്, ഹൈഡ്രോ കാർബൺസിനെ വലിച്ചെടുത്തുകൊണ്ട്, ഹൈഡ്രജൻ അയോൺസിനെ വലിച്ചെടുത്തുകൊണ്ട് നമ്മുടെ ബ്ലഡിലുള്ള pH മെയിൻറ്റെയിൻ ചെയ്യുന്നു. എന്നാൽ എപ്പോഴാണോ ബ്ലഡിൽ pH കുറയുക ആ സമയത്ത് ഈ സ്റ്റോർ ചെയ്തിട്ടുള്ള ഹൈഡ്രജൻ അയോൺസിനെ റിലീസ് ചെയ്തുകൊണ്ടാണ് ബഫേഴ്സ് ശരീരത്തിലെ ആസിഡ് ബേസ് ബാലൻസ് ചെയ്യുന്നത്. അപ്പൊ നോർമൽ ബ്ലഡ് pH എത്രയാണ്? നോർമൽ ബ്ലഡ് pH എത്രയാണ്? ആൻസർ പോസ്റ്റ് ചെയ്യാമോ? ഇപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ആസിഡ് ബേസ് ബാലൻസ് അല്ലെ. ഒരുപാട് പ്രാവശ്യം നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ചോദ്യം വന്നിട്ടുള്ള ഏത് ഏരിയ ആണ്? റെസ്പിറേറ്ററി അസിഡോസിസ്, റെസ്പിറേറ്ററി ആൽക്കലോസിസ്, മെറ്റബോളിക് അസിഡോസിസ്, മെറ്റബോളിക് ആൽക്കലോസിസ്, ഇതെല്ലാം നമ്മൾ അറിയണം. അപ്പൊ ഞാനിവിടെ ചോദിച്ച ചോദ്യം ബ്ലഡിന്റെ pH എത്രയാണ് എന്നുള്ളതാണ്. യെസ്, വെരി ഗുഡ്. pH ഓഫ് ബ്ലഡ് ഈസ് 7.35 to 7.45. അപ്പോ pH വാല്യൂസ് എല്ലാത്തിന്റെയും അറിഞ്ഞിരിക്കുക. ഇപ്പോൾ യൂറിന്റെ ആണെങ്കിൽ സ്പെസിഫിക് ഗ്രാവിറ്റി എത്രയാണ്? 1.010 to 1.025. അപ്പൊ നമുക്ക് ചോദിക്കാം. ബ്ലഡിന്റെ pH നമുക്ക് ചോദിക്കാം. ഗ്യാസ്ട്രിക് കണ്ടന്റ് ആസിഡിക് ആണോ ആൽക്കലൈൻ ആണോ, അതിന്റെ pH എത്രയാണ്? സലൈവയുടെ pH എത്രയാണ്? ഇതെല്ലാം നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ചോദ്യങ്ങളാണ്. തീർച്ചയായും നിങ്ങൾ അറിഞ്ഞിരിക്കുക. അപ്പൊ ഇതാണ് നമ്മുടെ ഈ ചോദ്യത്തിന്റെ ആൻസർ. ഓപ്ഷൻ സി, ബഫർ ആണ്. ക്ലിയർ ആയിക്കൊള്ളുക. അടുത്ത ചോദ്യം, ടൈപ്പ് 4 ഹൈപ്പർ സെൻസിറ്റിവിറ്റി ഈസ് മീഡിയേറ്റഡ് ബൈ വിച്ച് ഓഫ് ദ ഫോളോയിങ്? ആരാണ് ടൈപ്പ് 4 ഹൈപ്പർ സെൻസിറ്റിവിറ്റിയുമായി റിലേറ്റ് ചെയ്ത് നമ്മൾ അറിയേണ്ടുന്നത്? ഓപ്ഷൻസ് ഏതൊക്കെയാണ്? ഹെപ്പറ്റൈറ്റിസ് സി വൈറസ് ഉണ്ട്, ഇമ്മ്യൂണോഗ്ലോബുലിൻ ഇ, ഫാഗോസൈറ്റ്സ്, ടി ലിംഫോസൈറ്റ്സ്. ആരാണ് ഇവിടെ വരുന്ന കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? ടൈപ്പ് 4 ഹൈപ്പർ സെൻസിറ്റിവിറ്റി മീഡിയേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ അതിന്റെ റെസ്പോൺസിബിൾ ആയിട്ടുള്ളത് ആരാണ് എന്നുള്ളതാണ് ചോദ്യം. നമ്മുടെ മൈക്രോബയോളജിയിൽ നിന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ? എന്താണ് ഹൈപ്പർ സെൻസിറ്റിവിറ്റി എന്നൊരു ടോപ്പിക്? നമുക്ക് 3 തരത്തിലുള്ള ഹൈപ്പർ സെൻസിറ്റിവിറ്റി ആണ് ഉള്ളത്. ടൈപ്പ് 1, ടൈപ്പ് 2, ടൈപ്പ് 3 ആൻഡ് ടൈപ്പ് 4. അപ്പൊ ഇത് ഓർത്ത് വെക്കാൻ നമ്മളൊരു നിമോണിക്ക് പഠിക്കും. എന്താണ് ആസിഡ് എന്ന നിമോണിക്ക് നമ്മൾ പഠിക്കും അല്ലെ? എന്താണ് ഫസ്റ്റ് ഉണ്ടാകുന്നത്? ടൈപ്പ് 1 എന്താണ്? അനാഫിലാറ്റിക് റിയാക്ഷൻ ആണ്. ഇമ്മീഡിയറ്റ് അനാഫിലാറ്റിക് റിയാക്ഷൻ. അവിടെ വരുന്നത് IgE എന്ന ആന്റിബോഡീസിന്റെ റെസ്പോൺസിബിലിറ്റി ആണ്. ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മുടെ ശരീരത്തിൽ ഒരു അലർജി ഉണ്ടായാൽ അതിന് റെസ്പോണ്ട് ചെയ്യുന്നത് IgE എന്ന ഇമ്മ്യൂണോഗ്ലോബുലിൻ ആണ്. അടുത്തത് ടൈപ്പ് 2 ആണ്. ഇവിടെ സൈറ്റോടോക്സിക് ആണ് വരിക. ദെൻ ഇമ്മ്യൂൺ റെസ്പോൺസ് ആണ്. നമ്മുടെ ശരീരത്തിൽ ഇപ്പൊ SLE പോലുള്ള കണ്ടീഷൻസ് ആണ് ഇവിടെ എക്സാമ്പിൾ ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടുന്നത്. ഇനി ടൈപ്പ് 4 എന്ന് പറയുമ്പോൾ ഡിലേഡ് ഹൈപ്പർ സെൻസിറ്റിവിറ്റി ആണ്. എന്താണ്? ഡിലേഡ് കൈൻഡ് ഓഫ് ഹൈപ്പർ സെൻസിറ്റിവിറ്റി ആണ് അല്ലെ? അപ്പൊ ഇവിടെ സെൽ മീഡിയേറ്റഡ് ആയിട്ടുള്ള ഹൈപ്പർ സെൻസിറ്റിവിറ്റി ആണ്. എന്താണ്? സെൽ മീഡിയേറ്റഡ് ഹൈപ്പർ സെൻസിറ്റിവിറ്റി ആണ് ടൈപ്പ് 4 കൈൻഡ് ഓഫ് ഹൈപ്പർ സെൻസിറ്റിവിറ്റിയിൽ വരിക. ഓപ്ഷൻ
ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. അപ്പൊ നമുക്ക് ടി സെൽ ലിംഫോസൈറ്റ്സും ഉണ്ട്, ബി സെൽസും ഉണ്ട് അല്ലെ. അപ്പൊ ബോൺ മാരോയിൽ മെച്ചുവർ ആവുന്ന സെൽസ് ടി സെൽ ബി സെൽസും തൈമസ് ഗ്ലാൻഡിൽ മെച്ചുവർ ആവുന്ന സെൽസ് ടി സെൽസും ആണ്. വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ആന്റിജൻ റിയാക്ഷൻസ് ആണ് ടി സെൽസിന് കൊടുത്തിട്ടുള്ള ഫംഗ്ഷൻ. അപ്പൊ ടൈപ്പ് 4 ഹൈപ്പർ സെൻസിറ്റിവിറ്റി ടി ലിംഫോസൈറ്റ്സിന്റെ ഉത്തരവാദിത്തമാണ്. അപ്പൊ ടൈപ്പ് 4ന്റെ എക്സാമ്പിൾ മുൻ പരീക്ഷകളിൽ ചോദിച്ചു കണ്ടിട്ടുള്ള ചോദ്യമാണ്. അപ്പൊ നിങ്ങളോട് ചോദിക്കുവാണ് tell an example for type 4 hypersensitivity reaction. നിങ്ങൾ എന്ത് എക്സാമ്പിൾ ആയിരിക്കും പറയാ? വെരി ഗുഡ്, tuberculin test. വെരി ഗുഡ് അച്ചു. tuberculin ടെസ്റ്റ് മാത്രമാണോ ഓർമ്മയിൽ വന്നത്? വേറെ എന്തെങ്കിലും വന്നോ? ഇപ്പൊ tuberculin ടെസ്റ്റ് ഉണ്ട്, ടൈപ്പ് 4 ആണ്. അതുപോലെ തന്നെ ലെപ്രോമിൻ ടെസ്റ്റ്, ലെപ്രസിക്ക് ചെയ്യുന്ന കൺഫർമേറ്ററി ടെസ്റ്റ് ആണ്. അപ്പൊ ലെപ്രോമിൻ ടെസ്റ്റ് ഇതെല്ലാം തന്നെ ടൈപ്പ് 4 ഡിലേഡ് ഹൈപ്പർ സെൻസിറ്റിവിറ്റിയിൽ അറിഞ്ഞിരിക്കേണ്ടതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. Which among the following is a projective test of personality? പേഴ്സണാലിറ്റിയുടെ പ്രൊജക്റ്റീവ് ടെസ്റ്റ് ടൈപ്പ് ഏതാണ്? ഐസൻക് പേഴ്സണാലിറ്റി ക്വസ്റ്റനെയർ, മിനിസോട്ട മൾട്ടിഫേസിക് പേഴ്സണാലിറ്റി ഇൻവെന്ററി, റിവൈസ്ഡ് NEO പേഴ്സണാലിറ്റി ഇൻവെന്ററി, തിമാറ്റിക് അപ്പർ പെർസെപ്ഷൻ ടെസ്റ്റ്. ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? കറക്റ്റ് ആൻസർ പറയാമോ? പ്രൊജക്റ്റീവ് ടെക്നിക് ആണല്ലേ, സൈക്കോളജി എന്ന പാഠഭാഗത്ത് നിന്നുള്ള ഒരു ചോദ്യമാണ് പ്രൊജക്റ്റീവ് ടെക്നിക്. പ്രൊജക്റ്റീവ് ടെക്നിക്കില് നമ്മൾ ഒരുപാട് ടൈപ്പ് പഠിക്കുന്നുണ്ട്. റോഷ-കിംഗ്ബ്ലോട്ട് ടെസ്റ്റ്, സെന്റൻസ് കംപ്ലീഷൻ ടെസ്റ്റ്, ഡ്രോ എ പേഴ്സൺ ടെസ്റ്റ്, അങ്ങനെ പല ടെസ്റ്റ് പഠിക്കുന്നതിൽ ഒന്നാണ് എന്ത്? ഓപ്ഷൻ ഡി, തിമാറ്റിക് അപ്പർ പെർസെപ്ഷൻ ടെസ്റ്റ് എന്നുള്ളത്. അപ്പൊ ഇത് ഹെൻറി ആൻഡ് മോർഗൻ ഡെവലപ്പ് ചെയ്ത ടെസ്റ്റ് ആണ് എന്ത്? തിമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റ്. ഇവിടെ പേഷ്യന്റിനോട് എന്താ പറയുക? ഒരു തീം കൊടുക്കുകയാണ്. ആ സെൻട്രൽ തീമിനെ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് പേഷ്യന്റിന്റെ ഉള്ളിലെ ഇമോഷൻസിനെ മനസ്സിലാക്കുന്ന ടെസ്റ്റ് ആണ് തിമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റ്. അപ്പൊ ബാക്കി പേഴ്സണാലിറ്റി ടെസ്റ്റ് ഇപ്പോ മിനിസോട്ട എന്ന യൂണിവേഴ്സിറ്റിയിൽ ഡെവലപ്പ് ചെയ്ത ടെസ്റ്റ് ആണ് മൾട്ടിഫേസിക് പേഴ്സണാലിറ്റി ഇൻവെന്ററി ടെസ്റ്റ്. ദെൻ ഇവിടെ പേഷ്യന്റിന്റെ ഈ രണ്ട് ടെസ്റ്റും ഓപ്ഷൻ എ ആൻഡ് ബി, ഈ രണ്ട് ടെസ്റ്റും പേഷ്യന്റിന്റെ പേഴ്സണാലിറ്റീസ്, ഡിഫറെന്റ് ടൈപ്പ് ഓഫ് പേഴ്സണാലിറ്റിയെ കുറിച്ച് മനസ്സിലാക്കുന്നതിന് വേണ്ടി ഡെവലപ്പ് ചെയ്തിട്ടുള്ള ടെസ്റ്റുകളാണ്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ഈ ചോദ്യത്തിന് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. പ്രൊജക്റ്റീവ് ടൈപ്പ് ഓഫ് ടെസ്റ്റിന്റെ എക്സാമ്പിൾ ആണ് തിമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റ്. ക്ലിയർ? ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സെൻസേഷൻ ഓഫ് പെയിൻ ഫ്രം എ സ്റ്റിമുലസ് ദാറ്റ് നോർമലി does not produce pain is known as. പെയിൻ ഉണ്ടാക്കുന്നില്ല, സെൻസേഷൻ ഓഫ് പെയിൻ ഫ്രം എ സ്റ്റിമുലസ് ദാറ്റ് നോർമലി ഡസ് നോട്ട് പ്രൊഡ്യൂസ് പെയിൻ ഈസ് നോൺ as. ഓപ്ഷൻ അല്ലോഡൈനിയ, ഹൈപ്പറാൾജസിയ, ഡിസ്തേഷ്യ, പെയിൻ ത്രെഷോൾഡ്. You can refer page number 1990 for this question in our rank 5. ഏതാ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? സോ ഓപ്ഷൻ എ ആണ് ഇവിടെ വരുന്ന കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അല്ലോഡൈനിയ ആണ് കറക്റ്റ് ആയിട്ട് വരുന്ന ആൻസർ. ദെൻ ഇതെല്ലാം, അതായത് നോസിസെപ്റ്റീവ് പെയിൻ റിസപ്റ്റേഴ്സിനെ കുറിച്ച് അറിയുന്നതിനാണ് നമ്മൾ ഇത് ചെയ്യുക. സോ അല്ലോഡൈനിയ എന്ന് പറയുക. ദാറ്റ് ഈസ് ഇറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫ്രാക്ചർ ഓഫ് ഡിസ്റ്റൽ റേഡിയസ് വിത്ത് വൺ എൻഡ് ഓഫ് ദ ആർട്ടിക്കുലർ സർഫസ് ഈസ് ടേംഡ് as കോളിസ് ഫ്രാക്ചർ, കമ്മിന്യൂട്ടഡ് ഫ്രാക്ചർ, കംപ്രഷൻ ഫ്രാക്ചർ, ഗ്രീൻ സ്റ്റിക്ക് ഫ്രാക്ചർ. എന്താ കറക്റ്റ് ആയിട്ട് വരുന്ന ആൻസർ? ഡിസ്റ്റൽ റേഡിയസിന്റെ ഫ്രാക്ചർ ആണ് നമ്മളെ ചോദ്യം. ഓപ്ഷൻ എ കോളിസ് ഫ്രാക്ചർ. വെരി ഗുഡ്. അപ്പൊ ഡിസ്റ്റൽ റേഡിയസിന് ഫ്രാക്ചർ ഉണ്ടായാൽ അതിനെ കോളിസ് ഫ്രാക്ചർ എന്നാണ് പറയുക. സോ കമ്മിന്യൂട്ടഡ് ഫ്രാക്ചർ എന്ന് പറയുമ്പോൾ ഫ്രാക്ചർഡ് പാർട്ട് ഇറ്റ് വിൽ ബി കംപ്രസ്ഡ്. ദെൻ കംപ്രഷൻ ഫ്രാക്ചർ ഈസ് അനദർ ടൈപ്പ് ഓഫ് ഫ്രാക്ചർ. ആൻഡ് ഗ്രീൻ സ്റ്റിക്ക് ഫ്രാക്ചർ. ഇപ്പൊ കുട്ടികളിൽ
ഏറ്റവും കൂടുതൽ കാണുന്ന ടൈപ്പ് ഓഫ് ഫ്രാക്ചർ ഏതാന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് ഗ്രീൻ സ്റ്റിക്ക് ഫ്രാക്ചർ. അപ്പോൾ നമ്മുടെ യൂട്യൂബില് നമ്മുടെ ഫ്രാക്ചറിനെ കുറിച്ച് മാത്രം നമ്മളൊരു ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അത് കാണുക, നോട്ട് ഡൗൺ ചെയ്യുക. സ്റ്റാഫ് നഴ്സ് എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാം സോഡിയാക് അക്കാഡമിയുടെ A1 റാങ്ക് ഫയലിലൂടെ. 35 വർഷത്തെ പ്രീവിയസ് ക്വസ്റ്റ്യൻസും അതിന്റെ വിശദീകരണവും ഉൾപ്പെടുത്തിയ 3300 പേജുകൾ അടങ്ങുന്ന ലേറ്റസ്റ്റ് എഡിഷൻ ഇപ്പോൾ വിപണിയിൽ. ഇതോടൊപ്പം A1 റാങ്ക് ഫയലിന്റെ പേജ് വൈസ് ലൈവ് ഡിസ്കഷനും യൂട്യൂബിൽ നൽകുന്നു. വെറും 1295 രൂപ മുടക്കി A1 റാങ്ക് ഫയൽ സ്വന്തമാക്കൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which one of the following is called as silent theft of the sight? Options A, cataract, option B, glaucoma, option C, keratitis, and option D, retinal detachment. IEND അല്ലേ, നമുക്കൊരു 2 to 3% ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ഏരിയയാണ് IENT, ഇൻഡഗുമെന്ററി തുടങ്ങിയ മെഡിക്കൽ സർജിക്കൽ നഴ്സിംഗിലെ ചാപ്റ്റേഴ്സ്. അപ്പൊ ഇവിടത്തെ ചോദ്യം സൈലന്റ് തെഫ്റ്റ് ഓഫ് ദ സൈറ്റ് എന്നറിയപ്പെടുന്ന അസുഖം ഏത് എന്നുള്ളതാണ്. യു ക്യാൻ പ്ലീസ് റെഫർ ദിസ് പേജ് നമ്പർ 1994 ഫോർ ദിസ് ക്വസ്റ്റ്യൻ. ഇപ്പൊ ഏതാ സൈലന്റ് തെഫ്റ്റ് എന്നറിയുന്നത്? ഇറ്റ് ഈസ് ഓപ്ഷൻ ഡി, ഗ്ലോക്കോമയാണ്. ഓക്കെ, സോ ഗ്ലോക്കോമ എന്ന് പറഞ്ഞ കണ്ടീഷൻ എന്താണ്? നമ്മുടെ ഇൻട്രാ ഓക്കുലർ പ്രഷർ അല്ലെ, ഇൻട്രാ ഓക്കുലർ പ്രഷർ കൂടുന്ന കണ്ടീഷനെയാണ് ഗ്ലോക്കോമ എന്ന് പറയുക. സോ പ്രഷർ കൂടുന്നത് കാരണം എന്താ സംഭവിക്കുന്നത്? നമ്മുടെ കണ്ണിന്റെ നമ്മുടെ പല സ്ട്രക്ചേഴ്സും നശിക്കുകയും നമുക്ക് എന്താണ് വിഷൻ ലോസ് ഉണ്ടാവുകയും ചെയ്യുന്നു, വിച്ച് ഇസ് ആൻ ഇറിവേഴ്സിബിൾ ലോസ്. ഓക്കെ, നമുക്കത് ട്രീറ്റ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റില്ല. സോ ഇൻട്രാ ഓക്കുലർ പ്രഷർ കൂടുന്നതാണ് ഗ്ലോക്കോമ എങ്കിൽ നോർമൽ ഇൻട്രാ ഓക്കുലർ പ്രഷർ എത്രയാണ്? നോർമൽ ഇൻട്രാ ഓക്കുലർ പ്രഷർ എത്രയാണ്? പറയാമോ? നോർമൽ ഇൻട്രാ ഓക്കുലർ പ്രഷർ എത്രയാണെന്ന് പറയാമോ? യെസ്, 10 to 21 mm of Hg ആണ് നമ്മുടെ നോർമൽ ഇൻട്രാ ഓക്കുലർ പ്രഷർ. അപ്പോ നോർമൽ പ്രഷർ, അപ്പൊ നോർമൽ CSF പ്രഷർ, നോർമൽ ഇൻട്രാ ഓക്കുലർ പ്രഷർ, ഇതെല്ലാം നമ്മൾ പഠിച്ചിരിക്കണം. നമുക്ക് എക്സാമിന് ഡെഫിനറ്റ്ലി എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ഏരിയ ഓഫ് ക്വസ്റ്റ്യൻ ആണ് അനാറ്റമി പാർട്ടിൽ. അപ്പോൾ ഗ്ലോക്കോമ എന്ന് പറയുന്നത് ഇൻട്രാ ഓക്കുലർ പ്രഷർ കൂടുന്നത് കാരണം ഉണ്ടാകുന്നതാണ്. ഇനി കാറ്ററാക്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഏജ് റിലേറ്റ് ചെയ്യുന്ന അനുസരിച്ച് നമ്മുടെ കണ്ണിലുണ്ടാകുന്ന ലെൻസിലുണ്ടാകുന്ന പരിവർത്തനം കാരണം ഉണ്ടാകുന്ന അസുഖമാണ് കാറ്ററാക്ട്. ദെൻ റെറ്റിനൽ ഡിറ്റാച്ച്മെന്റ് മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കണ്ടീഷൻ ആണ് അല്ലേ. നമ്മുടെ റെറ്റിന അതിന്റെ ലെയറിൽ നിന്നും ഇളകി വരുന്ന ഒരു അവസ്ഥയാണ് റെറ്റിനൽ ഡിറ്റാച്ച്മെന്റ് എന്ന് പറയുക. വേർ യു ക്യാൻ സീ ഹാലോ സൈൻസ് ഓർ കർട്ടൻ ഫോളിംഗ് പോലെയൊക്കെ തോന്നുന്നത്, കർട്ടൻ ഫോളിംഗ് സൈൻ ഒക്കെ തോന്നുന്നത് എന്താണ്? നമ്മുടെ റെറ്റിനൽ ഡിറ്റാച്ച്മെന്റിൽ കാണാൻ സാധിക്കുന്ന കണ്ടീഷനാണ്. ഒപ്പേസിറ്റി ഓഫ് ദ ലെൻസിനെ കാറ്ററാക്ട് എന്നാണ് പറയുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പ്രൈമറി ഹെൽത്ത് കെയർ വാസ് ഫസ്റ്റ് പ്രപ്പോസ്ഡ് ബൈ ദ കമ്മിറ്റി ഓഫ്. ഏത് കമ്മിറ്റിയാണ് പ്രൈമറി ഹെൽത്ത് കെയർ എന്ന കണ്ടന്റ് ആദ്യം മുന്നോട്ട് വെക്കുന്നത്, ആശയം മുന്നോട്ട് വെക്കുക? ചദാ കമ്മിറ്റി, ഹെൽത്ത് സർവേ ആൻഡ് ഡെവലപ്മെന്റ് കമ്മിറ്റി, ഹെൽത്ത് സർവേ ആൻഡ് പ്ലാനിംഗ് കമ്മിറ്റി, ശ്രീവാസ്തവ കമ്മിറ്റീസ്. കമ്മ്യൂണിറ്റിയിൽ നമ്മൾ പഠിക്കുമ്പോൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് നമ്മുടെ ഹെൽത്ത് കമ്മിറ്റീസ് അല്ലെ. അപ്പോ ഏത് കമ്മിറ്റീസ് ആണത് ഫസ്റ്റ് പ്രപ്പോസ് ചെയ്തത്? ചദാ കമ്മിറ്റി ആണോ, ഹെൽത്ത് സർവേ ആൻഡ് ഡെവലപ്മെന്റ് കമ്മിറ്റി ആണോ, ഹെൽത്ത് സർവേ പ്ലാനിംഗ് കമ്മിറ്റി ആണോ, അതോ ശ്രീവാസ്തവ കമ്മിറ്റി ആണോ പ്രൈമറി ഹെൽത്ത് കെയർ എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ചത്? അപ്പോ ബിയും ഡിയും ഒക്കെ വരുന്ന സ്ഥിതിക്ക് നമുക്ക് ആൻസർ കൺഫേം ചെയ്യാം. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. സോ ബോർ കമ്മിറ്റി അഥവാ ഹെൽത്ത് സർവേ ആൻഡ് ഡെവലപ്മെന്റ് കമ്മിറ്റി എന്നാണ് അറിയേണ്ടത്. എന്താണ് ബോർ കമ്മിറ്റി അഥവാ ഹെൽത്ത് സർവേ ആൻഡ് ഡെവലപ്മെന്റ് കമ്മിറ്റി? 1946 വരുന്നത്. അപ്പൊ ഈ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ ആയിരുന്നു സ്ട്രെങ്തനിങ് ഓഫ് ദ പ്രൈമറി ഹെൽത്ത് കെയർ എന്നുള്ളത്. അപ്പോൾ അവരാണ് ഈ ഒരു പ്രപ്പോസൽ ഗവൺമെന്റിന് മുന്നോട്ട് വെക്കുന്നത്. അപ്പോൾ ഇതിന് ശേഷമാണ് ഓരോ കമ്മിറ്റീസും ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുള്ളത്. ഹെൽത്ത് സർവേ ആൻഡ് പ്ലാനിംഗ് കമ്മിറ്റി, ശ്രീവാസ്തവ കമ്മിറ്റി 1975 വന്നത്. ഇവിടെ കൂടുതലായിട്ട് നമ്മുടെ എന്താണ് റൂറൽ ഹെൽത്ത് സ്കീം എന്ന കണ്ടീഷൻ കൊണ്ടുവന്നത് ആരാണ്?
ശ്രീവാസ്തവ കമ്മിറ്റിയാണ്. നമ്മൾ മുന്നും ചോദ്യ പേപ്പറുകളിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ കമ്മ്യൂണിറ്റി എന്നൊരു ഏരിയയിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യന് സാധ്യതയുള്ള ഒരു ഏരിയയാണ് ഇത്. ഇങ്ങനെ കമ്മിറ്റീസ്, ഇമ്മ്യൂണൈസേഷൻ, വാക്സിനേഷൻ, ലെവൽസ് ഓഫ് പ്രിവെൻഷൻ, എപ്പിഡമോളജി. ഓക്കെ, അടുത്ത ചോദ്യം, വിച്ച് ഈസ് ദ കീ ടു ഡിഫൈൻ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എക്സ്പെരിമെന്റൽ റിസർച്ച്? Which is the key to define characteristics of experimental research? Extraneous variables are never present. A positive correlation usually exists. A negative correlation usually exists. Manipulation of the independent variable. ഏതാണ് correct ആയിട്ടുള്ള ആൻസർ? റിസർച്ചിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. You can refer page number 2013 for this question. Which is the key to define characteristics of a experimental research? നമുക്ക് രണ്ട് ടൈപ്പിലുള്ള എക്സ്പെരിമെന്റൽ റിസർച്ചും ഉണ്ട്, അതുപോലെ തന്നെ നോൺ എക്സ്പെരിമെന്റൽ റിസർച്ചും ഉണ്ട്. അപ്പൊ അതായത് സിംപ്ലി പറയുകയാണെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവും ഉണ്ട്, ക്വാളിറ്റേറ്റീവും ഉണ്ട്. ക്വാണ്ടിറ്റേറ്റീവിൽ വരുന്നതാണ് എക്സ്പെരിമെന്റൽ റിസർച്ച് ഡിസൈൻ, ക്വാസി എക്സ്പെരിമെന്റൽ റിസർച്ച് ഡിസൈൻ, നോൺ എക്സ്പെരിമെന്റൽ റിസർച്ച് ഡിസൈൻ. ഇപ്പോ ക്വാളിറ്റേറ്റീവിൽ വരുന്നതാണ് ഫിനോമിനോളജിക്കൽ, phenomenological research, then sorry, ഫിനോമിനോളജിക്കൽ റിസർച്ച്, ഗ്രൗണ്ടഡ് റിസർച്ച്, കേസ് സ്റ്റഡി റിസർച്ച്, ഇതെല്ലാം വരുന്നത് ക്വാളിറ്റേറ്റീവിലാണ്. ക്വാണ്ടിറ്റേറ്റീവിലാണ് എക്സ്പെരിമെന്റൽ, ക്വാസി എക്സ്പെരിമെന്റൽ ഒക്കെ വരുന്നത്. അപ്പോൾ ഇതില് എക്സ്പെരിമെന്റൽ എന്ന് പറയുമ്പോൾ എന്താണ്? മാനിപ്പുലേഷൻ, കൺട്രോൾ, റാൻഡമൈസേഷൻ. ഇതാണ് ട്രൂ എക്സ്പെരിമെന്റൽ റിസർച്ച് ഡിസൈനിൽ കാണുന്ന മൂന്ന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എലമെന്റ്സ്. ഏതൊക്കെയാണ്? മാനിപ്പുലേഷൻ, കൺട്രോൾ ആൻഡ് റിസർച്ച്, മാനിപ്പുലേഷൻ, കൺട്രോൾ ആൻഡ് റാൻഡമൈസേഷൻ. അപ്പോ ക്വാസി എക്സ്പെരിമെന്റൽ ആണെങ്കിൽ വൺ വിൽ ബി വേരി. സോ ഇവിടെ വരുന്നത് മാനിപ്പുലേഷൻ ഓഫ് ദി ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ആൻ എക്സ്പെരിമെന്റൽ റിസർച്ച് ആയിട്ട് വരിക. The test used to detect hip instability is, hip instability detect ചെയ്യുന്ന ടെസ്റ്റ് ഏതാണ്? ബാർലോ ടെസ്റ്റ്, വെബർ ടെസ്റ്റ്, ഫാലാൻസ് ടെസ്റ്റ്, അലൻസ് ടെസ്റ്റ്. ഏത് ടെസ്റ്റ് ആണ്? ടെസ്റ്റ് യൂസ്ഡ് ടു ഡിറ്റക്ട് ദ ഹിപ്പ് ഡിസ്പ്ലേസ്മെന്റ്. അപ്പൊ കൺജനിറ്റൽ ഹിപ്പ് ഡിസ്പ്ലേഷ്യ, ഡെവലപ്മെന്റൽ ഹിപ്പ് ഡിസ്പ്ലേഷ്യ എന്ന കണ്ടീഷനിൽ നമ്മൾ പഠിക്കുന്ന സൈൻ ആണ് ബാർലോ സൈൻ, ഓർത്തോലാനി സൈൻ, അല്ലെ, ഗെല്ലി സൈൻ. അങ്ങനെ ഒരുപാട് സൈൻസ് നമ്മൾ അവിടെ പഠിക്കും. അതിലൊരു ഇതാണ് ഇപ്പോ നമ്മുടെ എന്താണ്, ഫിസിഷ്യൻ കുഞ്ഞിനെ സുപ്പൈൻ പൊസിഷനിൽ കിടത്തിയിട്ട് നമ്മൾ രണ്ട് കാലുകളും ഹിപ്പിലേക്ക് അബ്ഡക്ട് ചെയ്യുകയാണ്. സോ അവിടെ ഹിപ്പ് ഡിസ്പ്ലേസ്മെന്റ് ഫീൽ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് ബാർലോ ടെസ്റ്റ്. എന്നാൽ കാലുകൾ അഡക്ട് ചെയ്തുകൊണ്ട് ചെയ്യുന്ന ടെസ്റ്റ് ആണ് ഓർത്തോലാനി ടെസ്റ്റ്. ഇനി വെബേഴ്സ് ടെസ്റ്റ് ആൻഡ് റെനീസ് ടെസ്റ്റ് നിങ്ങൾ എവിടെ പഠിച്ചിട്ടുള്ളത്? വെബേഴ്സ് ടെസ്റ്റ് ആൻഡ് റെനീസ് ടെസ്റ്റ് നമ്മള് ഇയർ, നമ്മുടെ കേൾവിയുമായി ബന്ധപ്പെട്ടാണ്. നമ്മുടെ എയർ കണ്ടക്ഷൻ ആൻഡ് ബോൺ കണ്ടക്ഷൻ ചെയ്യുന്ന ടെസ്റ്റ് ആണ് വെബേഴ്സ് ആൻഡ് റെനീസ് ടെസ്റ്റ്. ആൻഡ് ഫാലൻസ് ടെസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ കാർപ്പൽ ടണൽ സിൻഡ്രോം. ഓക്കെ, കാർപ്പൽ ടണൽ സിൻഡ്രോം എന്ന കണ്ടീഷനിൽ മീഡിയൽ നെർവിന്റെ കംപ്രഷൻ അസസ് ചെയ്യാൻ ചെയ്യുന്ന ടെസ്റ്റ് ആണ് ഫാലൻസ് ടെസ്റ്റ് എന്ന് പറയുന്നത്. സോ പേഷ്യന്റിനെ ഇങ്ങനെ നമ്മൾ ടോട്ടലി റിസ്റ്റ് ഫ്ലെക്സ് ചെയ്യുമ്പോൾ നെർവ് കംപ്രഷൻ കാരണം എന്തുണ്ടാവും? പേഷ്യന്റ് ഭയങ്കരമായിട്ടുള്ള പെയിൻ ഫീൽ ചെയ്യും. ദാറ്റ് ഇസ് ഫാലൻസ് ടെസ്റ്റ്. അലൻസ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, കൊളാട്രൽ സർക്കുലേഷൻ അസസ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ടെസ്റ്റ് ആണ് അലൻസ് ടെസ്റ്റ്. ക്ലിയർ ആയോ? ഇപ്പോ 4 ടെസ്റ്റുകളാണ് നമ്മളിവിടെ പഠിച്ചത്. ബാർലോസ് ടെസ്റ്റ്, വെബർ ടെസ്റ്റ്, ഫാലൻസ് ടെസ്റ്റ്, അലൻസ് ടെസ്റ്റ്. തന്നിട്ടുള്ള ചോദ്യത്തിന്റെ ആൻസർ ഓപ്ഷൻ എ ബാർലോസ് ടെസ്റ്റ് ആണ്. അടുത്ത ചോദ്യം, the serological reaction which is sensitize bacteria from phagocytosis is called. അപ്പോൾ ഫാഗോസൈറ്റോട്ടിക് പ്രോപ്പർട്ടിക്ക്
ബാക്ടീരിയ സെൻസിറ്റൈസ് ചെയ്യുന്ന സിറോളജിക്കൽ റിയാക്ഷൻ ഏത് എന്നുള്ളതാണ്. കൊയാഗുലേഷൻ, ന്യൂട്രലൈസേഷൻ, ഒപ്സണൈസേഷൻ, കോംപ്ലിമെന്റ് ഫിക്സേഷൻ. കോംപ്ലിമെന്റ് ഫിക്സേഷൻ. സോ ഓപ്ഷൻ സി ഒപ്സണൈസേഷൻ ആണ് ഇവിടെ കറക്റ്റ് ആയിട്ട് വരുന്ന ആൻസർ. ഒപ്സണൈസേഷൻ എന്ന പ്രോസസ്സിലാണ് ബാക്ടീരിയ ഈസ് ഗെറ്റിംഗ് സെൻസിറ്റൈസ്ഡ് ഫോർ ഫാഗോസൈറ്റോസിസ്. സ്റ്റാഫ് നഴ്സ് എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാം സോഡിയാക് അക്കാഡമിയുടെ A1 റാങ്ക് ഫയലിലൂടെ. 35 വർഷത്തെ പ്രീവിയസ് ക്വസ്റ്റ്യൻസും അതിന്റെ വിശദീകരണവും ഉൾപ്പെടുത്തിയ 3300 പേജുകൾ അടങ്ങുന്ന ലേറ്റസ്റ്റ് എഡിഷൻ ഇപ്പോൾ വിപണിയിൽ. ഇതോടൊപ്പം A1 റാങ്ക് ഫയലിന്റെ പേജ് വൈസ് ലൈവ് ഡിസ്കഷനും യൂട്യൂബിൽ നൽകുന്നു. വെറും 1295 രൂപ മുടക്കി A1 റാങ്ക് ഫയൽ സ്വന്തമാക്കൂ. Next question, which among the following is a filamentous bacteria? Again another question from microbiology. Filamentous bacteria തന്നിട്ടുള്ള ഓപ്ഷനിൽ ഏത് എന്നുള്ളതാണ് ചോദ്യം. You can refer page number 2040 for this question. ഓപ്ഷൻ എന്തൊക്കെയാണ്? മൈക്കോപ്ലാസ്മ, സ്പൈറക്കേറ്റ്സ്, ആക്ടിനോമൈസസ്, വിബ്രിയോസ്. മൈക്രോബയോളജിയിൽ നമ്മൾ ബാക്ടീരിയാസിനെ കുറിച്ച് പഠിക്കുമ്പോൾ ബാക്ടീരിയാസിന്റെ അപ്പിയറൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പല ബാക്ടീരിയാസിനും പല അപ്പിയറൻസിലാണ് കാണുക. അപ്പോൾ ഇവിടെ ഓപ്ഷൻ സി, വെരി ഗുഡ്, ഓപ്ഷൻ സി ആണ്, ആക്ടിനോമൈസസ് ആണ്. അപ്പൊ സൺ റേ അപ്പിയറൻസ് എന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പോൾ ആക്ടിനോമൈസസ് ആർ അപ്പിയറിംഗ് ലൈക്ക് ദിസ്. സോ ദിസ് ഇസ് ദ അപ്പിയറൻസ് ഓഫ് ആക്ടിനോമൈസസ്. ദെൻ സ്പൈറോക്കേറ്റ്സ് എന്ന് പറഞ്ഞാൽ സ്പൈറൽ ഷേപ്പിൽ കാണുന്നതാണ് സ്പൈറോക്കേറ്റ്സ്. മൈക്കോപ്ലാസ്മ വിച്ച് ലാക്ക് സെൽ വോൾ, സെൽ വോൾ ഇല്ലാത്ത ഓർഗാനിസത്തിനെയാണ് മൈക്കോപ്ലാസ്മ എന്ന് പറയുക. Then വിബ്രിയോസിന്റെ പ്രത്യേകത എന്താണ്? The bacterium which is having a comma shaped structure. Okay, comma shaped single flagellated organism ആണ് വിബ്രിയോ കോളറെ. കഴിഞ്ഞ DHSന്റെ ചോദ്യ പേപ്പറിൽ മൈക്രോബയോളജിയുടെ ഭാഗത്ത് നിന്നുണ്ടായിരുന്ന ഒരു ചോദ്യമായിരുന്നു the shape of vibrio cholerae is. ഒരുപാട് ഷേപ്സ് നമ്മൾ പഠിക്കാറുണ്ട്. ഇപ്പോ ബാക്ടീരിയ വിച്ച് ഈസ് ഹാവിംഗ് തമ്പ് പ്രിന്റ് അപ്പിയറൻസ്, ഏതാ കണ്ടീഷൻ? തമ്പ് പ്രിന്റ് അപ്പിയറൻസിൽ കാണുന്ന ബാക്ടീരിയ ഓർഗാനിസം ഏതാണ്? തമ്പ് പ്രിന്റ് അപ്പിയറൻസിൽ കാണുന്ന ഓർഗാനിസം ഏതാ? ബാക്ടീരിയ വിച്ച് അപ്പിയർ as thumb print appearance. ആൻസർ പോസ്റ്റ് ചെയ്യാമോ? വെരി ഗുഡ്, ബോർഡറ്റെല്ല പെട്രൂസിസ് അല്ലേ? സോ ഇതുപോലെ നമുക്ക് ഒരുപാട് ബാക്ടീരിയ അതിന്റെ അപ്പിയറൻസും നമ്മുടെ മൈക്രോബയോളജിയിൽ നിങ്ങൾ പഠിക്കുന്നുണ്ട്. സോ ഇതാണ് നമ്മുടെ 4 ഓപ്ഷൻസും. അതിൽ കറക്റ്റ് ആയിട്ട് വരുന്ന ആൻസർ ഓപ്ഷൻ സി, ആക്ടിനോമൈസസ് ആണ്. നോട്ട് ചെയ്യുക. അടുത്ത ചോദ്യം, ഇൻ വിച്ച് കണ്ടീഷൻ ദ അംബലിക്കൽ കോഡ് ഈസ് അറ്റാച്ച്ഡ് ടു ദ മാർജിൻ ഓഫ് പ്ലാസന്റ. പ്ലാസന്റയുടെ മാർജിൻ അറ്റാച്ച് ചെയ്തിട്ടുള്ള അംബലിക്കൽ കോഡ് അറ്റാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് എന്ത് ടൈപ്പ് പ്ലാസന്റ എന്നാണ് പറയുക? ഓപ്ഷൻസ്: ബാറ്റിൽ ഡോർ പ്ലാസന്റ, സർക്കംവാലേറ്റ് പ്ലാസന്റ, പ്ലാസന്റ മെംബ്രേനികെ, വെലമെന്റസ് പ്ലാസന്റ. വെരി ഗുഡ്, ഓപ്ഷൻ എ ആണ്, ബാറ്റിൽ ഡോർ പ്ലാസന്റ ആണ്. മാർജിൻ ഓഫ് ദ പ്ലാസന്റയിലെ മാർജിനിലാണ് അംബിലിക്കൽ കോഡ് അറ്റാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ ബാറ്റിൽ ഡോർ എന്ന് പറയും. അപ്പൊ എന്താണ് വെലമെന്റസ് പ്ലാസന്റ? ആൻസർ പോസ്റ്റ് ചെയ്യാമോ? വെലമെന്റസ് പ്ലാസന്റ എന്താണ്? പ്ലാസന്റ സ്ട്രക്ചർ ഒരു വല പോലെ കണ്ടു കഴിഞ്ഞാൽ അതിനെ വെലമെന്റസ് പ്ലാസന്റ എന്ന് പറയാം. അപ്പൊ എന്താണ് സർക്കംവാലേറ്റ് പ്ലാസന്റ? ആൻസർ പോസ്റ്റ് ചെയ്യാമോ? മെംബ്രെയിനിലാണ് അംബിലിക്കൽ കോഡ് അറ്റാച്ച് ചെയ്യുന്നതെങ്കിൽ അതിനെ സർക്കംവാലേറ്റ് എന്ന് പറയാം. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ന്യൂറോ ട്രാൻസ്മിറ്റർ ഈസ് ഡെഫിസിറ്റ് ഇൻ ഡിപ്രഷൻ? ഡിപ്രഷൻ എന്ന സൈക്കാട്രിക് കണ്ടീഷനിൽ അഫക്റ്റഡ് ആകുന്ന ന്യൂറോ ട്രാൻസ്മിറ്റർ ഏത് എന്നുള്ളതാണ് ചോദ്യം. തന്നിട്ടുള്ള ഓപ്ഷൻസ് ശ്രദ്ധിക്കുക: സെറോട്ടോണിൻ, നോറെപ്പിനെഫ്രിൻ, ബോത്ത് എ ആൻഡ് ബി, ഗാബ, ഗാമ അമിനോ ബ്യൂട്രിക് ആസിഡ്. ഏത് ആൻസർ ആയിരിക്കാം ഇവിടെ ഉചിതമായിട്ട് വരിക? ഏത് ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ് ഡിപ്രഷൻ എന്ന കണ്ടീഷനിൽ കൂടുതൽ അഫക്റ്റഡ് ആവുക എന്നുള്ളതാണ്.
യെസ്, ഓപ്ഷൻ എ ആണ് ഇവിടെ കറക്റ്റ് ആയിട്ട് വരുന്നത്. ബട്ട് ആൻസർ ഓപ്ഷൻ സി ആണ് മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ആൻസർ. അപ്പൊ നമ്മുടെ ഡിപ്രഷൻ എന്ന കണ്ടീഷൻ പഠിക്കുമ്പോൾ നമ്മുടെ സെറോട്ടോണിൻ, നോറെപ്പിനെഫ്രിൻ ആൻഡ് ഹൈപ്പോത്തസിസും ഒക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ ബോത്ത് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ആർ ഇൻവോൾവ്. സ്റ്റിൽ മോർ അഫിനിറ്റി ഈസ് ഫോർ സെറോട്ടോണിൻ. സെറോട്ടോണിൻ അഫിനിറ്റി ഉണ്ടെങ്കിലും ഓപ്ഷനിൽ രണ്ടും ഉള്ളത് കൊണ്ട് നമുക്ക് ബോത്ത് എ ആൻഡ് ബി തിരഞ്ഞെടുക്കാം. ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ആൻസർ. എന്നാൽ ഗാമ കൂടുതലായി കാണുന്നത് ഏത് കണ്ടീഷനിലാണ്? ഗാമ അമിനോ ബ്യൂട്രിക് ആസിഡ് കൂടുതലായി കാണുക ആൻസൈറ്റി ഡിസോർഡേഴ്സിലാണ് നമുക്ക് ഗാമ കൂടുതലായി കാണാൻ സാധിക്കുക. In which among the following site can be obtained scabies mite? സ്കാബിസ്, സാർക്കോപ്റ്റസ് സ്കാബെ ഉണ്ടാകുന്ന സ്കാബിസ് എന്ന അസുഖം അത് എവിടെയാണ് കാണാൻ സാധിക്കുക? ഹെയർ ഫോളിക്കിൾ, സ്ട്രേറ്റം കോർണിയം, സബ് എപ്പിഡെർമൽ, ത്രൂ ദ സ്കിൻ ലെയർ. എവിടെ കാണാൻ സാധിക്കുക? സ്കാബിസ് മൈറ്റിന്റെ സൈറ്റ് നമുക്ക് കൂടുതലായും നമ്മുടെ ശരീരത്തിൽ ഏത് ഭാഗത്തായിട്ടാണ് കാണാൻ സാധിക്കുക? ഹെയർ ഫോളിക്കിൾസിലാണോ, സ്കിന്നിന്റെ ലെയർ ആയിട്ടുള്ള സ്ട്രേറ്റം കോർണിയം ആണോ, സബ് എപ്പിഡെർമൽ ആണോ, ത്രൂ ദ സ്കിൻ ലെയർ ആണോ? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. നമ്മുടെ സ്കിന്നിന്റെ ലെയർ സ്ട്രേറ്റം കോർണിയം, ലുസീഡിയം, ജെർമിനേറ്റം, അങ്ങനെ നമ്മൾ ലെയേഴ്സ് പഠിക്കുന്നുണ്ടല്ലോ, അതില് സ്ട്രേറ്റം കോർണിയത്തിലാണ് നമ്മുടെ സ്കാബിസ് കൂടുതലായിട്ടും അഫക്ട് ചെയ്യുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ പ്രിമച്വർ ക്ലോഷർ ഓഫ് ദ സജൈറ്റൽ സ്യൂച്ചർ ഈസ് കോൾഡ്. സജൈറ്റൽ സ്യൂച്ചറിന്റെ പ്രിമച്വർ ക്ലോഷറിനെ എന്ത് പറയും? സ്കാഫോസെഫാലി, ഓക്സിസെഫാലി, അക്രോസെഫാലി, അനൻസെഫാലി. Please refer page number 2055 for this question. So the premature closure of sagittal suture is oxycephaly എന്നാണ് പറയുക. സോ നമ്മുടെ അത് പീഡിയാട്രിക്സിൽ നിങ്ങൾ കൂടുതലായിട്ട് ഇതിന്റെ ഡീറ്റെയിലിംഗ് പഠിക്കുന്നതാണ്. അപ്പോ സ്കൾ ഫോർമേഷൻ, ഡീഫോമിറ്റീസ് നമ്മുടെ പല ഡിസ്കഷനിലായിട്ട് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളതാണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഇൻ വിച്ച് ഡിഫൻസ് മെക്കാനിസം ആൻസൈറ്റി ഈസ് എക്സ്പ്രസ് ത്രൂ ഫിസിക്കൽ സിംറ്റംസ്? നമ്മുടെ ഉള്ളിലെ ആൻസൈറ്റി അത് ഫിസിയോളജിക്കലി കാണിച്ചാൽ അതിനെ എന്ത് പറയും? സൈക്കോളജിക്കൽ, ഫിസിയോളജിക്കൽ ആയിട്ട് വന്നാൽ സോ പ്രൊജക്ഷൻ, റിഗ്രഷൻ, കൺവേർഷൻ, ഹൈപ്പോകോൺഡ്രിയാസിസ്. In which defense mechanism anxiety is expressed through physical symptoms? Very good. Option C is the correct answer. Conversion disorders ആണ്. അപ്പോ നമുക്കിപ്പോ സ്റ്റാഫ് നഴ്സ് എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാം സോഡിയാക് അക്കാഡമിയുടെ A1 റാങ്ക് ഫയലിലൂടെ. 35 വർഷത്തെ പ്രീവിയസ് ക്വസ്റ്റ്യൻസും അതിന്റെ വിശദീകരണവും ഉൾപ്പെടുത്തിയ 3300 പേജുകൾ അടങ്ങുന്ന ലേറ്റസ്റ്റ് എഡിഷൻ ഇപ്പോൾ വിപണിയിൽ. ഇതോടൊപ്പം A1 റാങ്ക് ഫയലിന്റെ പേജ് വൈസ് ലൈവ് ഡിസ്കഷനും യൂട്യൂബിൽ നൽകുന്നു. വെറും 1295 രൂപ മുടക്കി A1 റാങ്ക് ഫയൽ സ്വന്തമാക്കൂ. സ്റ്റാഫ് ഓക്കെ, അപ്പൊ നമുക്ക് കൺവേർഷൻ ഡിസോർഡേഴ്സ് എന്ന് പറയുമ്പോൾ അറിയേണ്ടുന്ന എന്താണ്? നമ്മുടെ സൈക്കോളജിക്കലി ഉള്ള ആൻസൈറ്റി എന്ന കണ്ടന്റ് ഫിസിയോളജിക്കലി ഒരു തലവേദനയായിട്ടോ വയറുവേദനയായിട്ടോ മറ്റോ എക്സിബിറ്റ് ചെയ്താൽ അതിനെ നമുക്ക് കൺവേർഷൻ ആണെന്ന് പറയാം. അപ്പം ഹൈപ്പോകോൺഡ്രിയാസിസ് ഉണ്ട്. സോ ഫിസിക്കൽ സിംറ്റംസ്, ഫിസിയോളജിക്കൽ സിംറ്റംസ് ആയിട്ട് കാണിച്ചാൽ നമ്മുടെ മനസ്സിലുള്ള ആ ഒരു ആൻസൈറ്റി അതിനെ നമ്മൾ ശാരീരികമായി സൊമാറ്റോഫോമായിട്ട് കാണിച്ചാൽ അതിനെ ഹൈപ്പോകോൺഡ്രിയാസിസ്. സൊമാറ്റോഫോം ഡിസോർഡേഴ്സിന്റെ അകത്ത് വരുന്ന ഒരു ടൈപ്പാണ് ഹൈപ്പോകോൺഡ്രിയാസിസ്. ദെൻ പ്രൊജക്ഷൻ, റിഗ്രഷൻ രണ്ടും ഡിഫൻസ് മെക്കാനിസത്തിന്റെ പാർട്ടാണ്. അപ്പൊ പ്രൊജക്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മുടെ ഉള്ളിലെ തെറ്റ് മറയ്ക്കുന്നതിന് നമ്മൾ മറ്റൊരാളിലേക്ക് പ്രൊജക്ട് ഔട്ട് ചെയ്യുകയാണ്. അപ്പൊ പ്രൊജക്ഷൻ എന്ന ഡിഫൻസ് മെക്കാനിസം കൂടുതലുള്ള ഒരു വ്യക്തി അവർക്ക് പാരനോയിഡ് സ്കീസോ വരാനുള്ള സാധ്യത കൂടുതലാണ്. ദെൻ റിഗ്രഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു അഡൽട്ട് കുഞ്ഞിന്റെ ബിഹേവിയർ കാണിക്കുകയാണ്, ആ ഒരു ഇമ്മച്യൂരിറ്റി കാണിച്ചു കഴിഞ്ഞാൽ അതിനെ നമുക്ക് റിഗ്രഷൻ എന്ന് പറയാം. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. വിച്ച് ഈസ് എക്സാമ്പിൾ ഓഫ് വൺ വേ കമ്മ്യൂണിക്കേഷൻ? എഡ്യൂക്കേഷനിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. യു ക്യാൻ റെഫർ പേജ് നമ്പർ 2074 ഫോർ ദിസ് ക്വസ്റ്റ്യൻ. സോ വൺ വേ കമ്മ്യൂണിക്കേഷൻ എന്ത് പറയും? ക്ലാസ് ലെക്ചർ, ഗ്രൂപ്പ് ഡിസ്കഷൻ,
കോൺഫറൻസ്, വർക്ക്ഷോപ്പ്. ഏത് ടൈപ്പ് കമ്മ്യൂണിക്കേഷൻ ആണ് നിങ്ങൾക്ക് ഇതിൽ, അല്ലെങ്കിൽ ഏത് ടൈപ്പ് ഓഫ് മെത്തേഡ് ആണ് നിങ്ങൾക്ക് ഇതിൽ വൺ വേ കമ്മ്യൂണിക്കേഷൻ ആയിട്ട് ഫീൽ ചെയ്യുക? ഓപ്ഷൻ എ ലെക്ചർ മെത്തേഡ് ആണ് നമ്മുടെ വൺ വേ കമ്മ്യൂണിക്കേഷൻ. സോ ജസ്റ്റ് ഒരു ടീച്ചർ വരുന്നു, മൊണോട്ടണസ് ആയിട്ട് കുറെ കാര്യങ്ങൾ കുട്ടികളുമായി സംസാരിച്ചു പോയാൽ അതിനെ നമുക്ക് എന്താണ് ലെക്ചർ മെത്തേഡ് എന്ന് പറയാം. ദാറ്റ് ഈസ് പ്യൂർലി എ വൺ വേ കമ്മ്യൂണിക്കേഷൻ. ഇന്ററാക്ഷൻ വളരെ കുറവാണ്, ബട്ട് നമുക്കൊരു കുറഞ്ഞ സമയം കൊണ്ട് തന്നെ ഒരുപാട് കണ്ടന്റ് കവർ ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡ് ഓഫ് ടീച്ചിങ് ആണ്. വളരെ ഓൾഡസ്റ്റ് മെത്തേഡ് ഓഫ് ടീച്ചിങ്ങും കൂടെയാണ് ലെക്ചറിങ് എന്ന് പറയുന്നത്. എന്നാൽ ഗ്രൂപ്പ് ഡിസ്കഷൻ എന്ന് പറയുമ്പോൾ കമ്പയറിംഗ് ടു ലെക്ചറിങ് കുറച്ചും കൂടെ ഇഫക്റ്റ് കൂടിയ ഒരു മെത്തേഡ് ആണ് ഗ്രൂപ്പ് ഡിസ്കഷൻ. Then conference and workshop, of course you know this is another modality of teaching. Then which year midday meal program was started? ഏത് വർഷമാണ് midday meal program start ചെയ്തത്? A question from nutrition. Options is 1960, 1961, 1995, 2001. ഏത് വർഷമാണ് midday meal program സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്? പേജ് നമ്പർ 2075 റെഫർ ചെയ്യുക. ഈ ചോദ്യം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. വെരി ഗുഡ്. ഓപ്ഷൻ ബി ആണ് ഇവിടെ വരുന്ന കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. 1961 മിഡ് ഡേ മീൽ പ്രോഗ്രാം തമിഴ്നാട്ടിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എവിടെയാണ്? തമിഴ്നാടിലാണ് മിഡ് ഡേ മീൽ പ്രോഗ്രാം എന്ന ആശയം സ്റ്റാർട്ട് ചെയ്യുന്നത്. 1/3 ഓഫ് എനർജി പ്ലസ് ഹാഫ് ഓഫ് പ്രോട്ടീൻ എന്നുള്ളതാണ് ഇവരുടെ സ്ട്രാറ്റജി. ഓക്കെ, that is regarding midday meal program. Next question, which is the example of which of the following is not a quantitative research? Quantitative research ന്റെ ടൈപ്പ് അല്ലാത്തത് ഏത് എന്നാണ് ചോദ്യം. ഫിനോമിനോളജിക്കൽ, എക്സ്പെരിമെന്റൽ, ക്വാസി എക്സ്പെരിമെന്റൽ, കോറിലേഷണൽ റിസർച്ച്. Which of the following is not a quantitative research? The very good option A, phenomenological. ഞാൻ മുന്നേ ക്വസ്റ്റ്യൻ എക്സ്പ്ലനേഷൻ തന്നതാണ്. നമുക്ക് ക്വാണ്ടിറ്റേറ്റീവ്, ക്വാളിറ്റേറ്റീവ് എന്ന രണ്ട് റിസർച്ച് ടൈപ്പ് ഉണ്ട്. പ്യുവർ റിസർച്ച്, അപ്ലൈഡ് റിസർച്ച് എന്നിങ്ങനെ രണ്ട് ഡിവിഷനും ഉണ്ട്. അപ്പൊ അതില് ക്വാണ്ടിറ്റേറ്റീവിൽ വരുന്നതാണ് ഫിനോമിനോളജിക്കൽ, എത്നോഗ്രാഫി, ഗ്രൗണ്ടഡ് എന്നുള്ള തിയറീസ്, റിസർച്ച് ടൈപ്പ് ഒക്കെ. ഈ എക്സ്പെരിമെന്റൽ, ക്വാസി എക്സ്പെരിമെന്റൽ, കോറിലേഷൻ എല്ലാം തന്നെ ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചിൽ കവർ ചെയ്യുന്ന ടൈപ്പാണ്. അടുത്ത ചോദ്യം, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഇന്നത്തെ ഡിസ്കഷന്റെ. സെക്കൻഡ് സ്റ്റേജ് ഓഫ് ലേബർ ഈസ് ഡിഫൈൻഡ് as. പേജ് നമ്പർ 2200 റെഫർ ചെയ്യുക. സെക്കൻഡ് സ്റ്റേജ് ഓഫ് ലേബർ ഈസ് ഡിഫൈൻഡ് as. ഓപ്ഷൻസ്: start with the onset of true labor and the last until the cervix is completely dilated to 10 cm. Continue after the cervix is dilated to 10 cm until the delivery of your baby. Delivery of your placenta. Option D, continuous after the cervix is dilated to 10 cm until the delivery of your baby and placenta. ഇപ്പോൾ സെക്കൻഡ് സ്റ്റേജ് ഓഫ് ലേബർ ആണ്. ഇപ്പൊ ലേബറിന് നമുക്ക് 4 സ്റ്റേജസ് എന്നാണ് പഠിക്കുക. അപ്പൊ അത് തന്നെ ഒരു ചോദ്യമുണ്ട്. ലേബറിന്റെ അനദർ നെയിം എന്താണെന്ന് ചോദിക്കാം. വാട്ട് ആർ ദ സ്റ്റേജസ്, ഹൗ മെനി സ്റ്റേജസ് ആർ ദെയർ ഇൻ ലേബർ എന്ന് ചോദിക്കാം. സെക്കൻഡ് സ്റ്റേജ് ഓഫ് ലേബർ അല്ലെങ്കിൽ ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ലേബർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിക്കാം. അപ്പൊ സെക്കൻഡ് സ്റ്റേജ് ഓഫ് ലേബർ ഈസ് ഡിഫൈൻഡ് as ഓപ്ഷൻ ബി, continue after the cervix is dilated to 10 cm until the delivery of your baby. നമ്മുടെ കുഞ്ഞ് പുറത്ത് വരുന്നത് വരെയുള്ള സമയത്തെ നമ്മൾ സെക്കൻഡ് സ്റ്റേജിലാണ് ഉൾപ്പെടുത്തുക. അപ്പൊ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുമ്പോൾ നമുക്ക് കൺട്രാക്ഷൻ വന്ന് സെർവിക്സ് കംപ്ലീറ്റ്ലി ഡയലേറ്റ് ആകുന്നത് വരെയുള്ള സമയത്തെ ഫസ്റ്റ് സ്റ്റേജ് എന്ന്, കുഞ്ഞിന്റെ ബോഡി പുറത്ത് വരുന്നത് വരെയുള്ള സമയത്തെ സെക്കൻഡ് സ്റ്റേജ് എന്ന്, തേർഡ് സ്റ്റേജിലാണ് എന്ത് പ്ലാസന്റ ഡെലിവറി നടക്കുന്നത്. ഓക്കെ, അപ്പോ ഇത് പ്രോഗ്രസ് ഓഫ് ലേബർ അല്ലെങ്കിൽ ആ ഒരു ലേബറിന്റെ ഇത് അറിയാനായിട്ട് നമ്മളൊരു സ്കോർ യൂസ് ചെയ്യും. എന്താണ് ആ സ്കോർ പറയാമോ? ലേബറിന്റെ പ്രോഗ്രസ് നോട്ട് ചെയ്യുന്നതിന് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സ്കോർ ഉണ്ട്. എന്താ സ്കോർ?
ആൻസർ പോസ്റ്റ് ചെയ്യാമോ? ബിഷപ്പ് സ്കോർ അല്ലെ, ബിഷപ്പ് സ്കോർ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ബിഷപ്പ് സ്കോർ അറിയുക, പാർട്ടോഗ്രാഫ് അറിയുക, ദെൻ നമ്മുടെ ഒരു പാർട്ടോഗ്രാഫ് റീഡിംഗ് നമ്മൾ അറിയാം, ലേറ്റ് ആക്സിലറേഷൻ, ഡീസിലറേഷൻ, അതിങ്ങനെയുള്ള കാര്യങ്ങൾ അറിയാം. NST, നോൺ സ്ട്രെസ് ടെസ്റ്റ്, സ്ട്രെസ് ടെസ്റ്റ്, ഇങ്ങനെയുള്ള അതിന്റെ റീഡിങ്സ്, അതിന്റെ ഇൻഫറൻസ് നമ്മൾ കണ്ടാൽ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ അറിയാം. അപ്പൊ ഇതെല്ലാം OB ഗൈനിയിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയാസ് ആണ്. അപ്പോൾ that's it regarding our question answer mentoring session of today. I hope the questions are clear for you, isn't it students? Okay, അപ്പോൾ നമ്മുടെ നന്നായി പഠിച്ച് നന്നായി മുന്നോട്ട് പോവുക. അടുത്ത ഒരു mentoring